ഔട്ട്ഫിറ്റ് ചെക്ക് കാണിച്ചു തരാം ഗൈസ്. എവിടെ ഈ ഫോണൊന്ന് കുത്തിച്ചാരിക്കാം ഇവിടെ വെച്ചാൽ കാണുമോ? വെരി റിസ്കി ഷോട്ടായിരിക്കും ഇത്. ഓ കാണൂല. ഇവിടെ വെച്ചാലോ? പെരുന്നാൾക്ക് ഇനി വെള്ള ഡ്രസ്സ് കിട്ടിയില്ല എന്നാരും പറയാൻ പറ്റൂല. ഫുൾ പാക്കിങ് കഴിഞ്ഞു. വണ്ടി ഇതവിടെ സെറ്റ് ആയിക്കും. വീടിന് 2 ചക്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത്രയും സാധനങ്ങളാണ് ഗൈസ്. ഒന്നും പോരാഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയോ കൊണ്ടുവരുന്ന എൻ്റെ ഭർത്താവിനെയാണ് നിങ്ങൾ കാണുന്നത്. അതിലൊന്നും കാണുന്ന സ്ഥലമല്ല. കണ്ടോളൂ സുഹൃത്തുക്കളെ, തേങ്ങയാണ് പൊയ്ക്കാം. അവിടെ ഇല്ല അതൊക്കെ. ഈ മനോഹരമായ മുഖത്തേക്ക് നോക്കൂ, ഇനി ഇങ്ങോട്ടേക്ക് നോക്കൂ. കാക്കു ടെൻഷനിലാണ്, അതുകൊണ്ട് കാക്കു വീഡിയോയിലുണ്ടാവില്ല. സമയം വൈകിയത് കാരണം, കുറേ എന്തൊക്കെ ചെയ്യാനുള്ളത് കാരണം, കാക്കുവിനെ അതൊക്കെ ഭയങ്കരമായി ബോധറിങ് ചെയ്യുന്നത് കാരണം. പിന്നെ എന്തിനാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുക്കുന്നത് വീഡിയോയിലേക്ക്? കോൾ വരുന്നു, കോൾ. നമ്മൾ ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാക്കൂനെ കണ്ടിട്ട് ശരി വരുന്നു. നമ്മളിനി പോയി എൻ്റെ 1-2 നല്ല ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കാതെ ഞാൻ ഇവിടുന്ന് എവിടേക്കും പോരില്ല എന്ന് പറഞ്ഞേക്കണു. ഞാനിവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞേക്കണു. കാക്കൂനെ ഫുൾ ഭീഷണിപ്പെടുത്തി വെച്ചേക്കണം. ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. എനിക്ക് നല്ല സങ്കടം വരും. പാർക്ക് പോകുന്ന ഏതെങ്കിലും ഒരു വെളിച്ചുള്ളടത്തൊക്കെ കൊണ്ടുപോയി പിന്നെ 2 ഫോട്ടോ എങ്കിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റോറി ഇടാനെങ്കിലും. അതിനാണ് നമ്മൾ കാര്യമായിട്ട് മാറ്റിയിരിക്കുന്നത് തന്നെ. നല്ല ഫോട്ടോ എങ്ങനെയുണ്ട് എൻ്റെ പൂമ്പാറ്റ? ആദ്യം എനിക്ക് ഇങ്ങനെ കുത്തണോരോട് ഭയങ്കര പുച്ഛനും, പിന്നെ ഞാനും കുത്തി തുടങ്ങി. കാരണം തട്ട മനങ്ങൂല. നീ വെള്ളപ്പൂക്കളുടെ അടിയിലൂടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഗൈസ്. നല്ല ഫോട്ടോ കിട്ടോളം ഞാൻ കാക്കൂനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കും. എന്തെടുക്കട്ടെ? എന്തിനാ? എനിക്ക് സ്റ്റാൻഡ് ഫോട്ടോ സെക്ഷൻ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താണ് വളരെ ക്ഷമാശീലനായ എൻ്റെ ഭർത്താവ് നേരെ വൈകിട്ടും ഒട്ടും എന്നെ വഴക്കൊന്നും പറഞ്ഞ് ഫോട്ടോസ് എടുത്ത് തന്നു. നല്ലതാണ് ചീത്തതാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും കിട്ടിയ കുറച്ച് ഫോട്ടോ കൊണ്ട് ലാഭം എന്ന് വിചാരിച്ച് ഞാൻ പോന്നു. ബാക്കി നമുക്ക് എൻ്റെ ലൈസൻസിനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ ഉണ്ട് ഗൈസ്. ഇനി അവനെ പറ്റിക്കാം. അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനില്ല, മൂടൊന്നുമില്ല നമുക്ക്. ഞാൻ എന്തായാലും തുടങ്ങി കുടുങ്ങിയാൽ മതിയായിരിക്കും നമ്മളെ അവസ്ഥ. പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അല്ല, ഇത് എങ്ങോട്ടാ പോണത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിക്കണോ? 4 മണിക്കൂറുണ്ട് സംഭവം. നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് ഇപ്പോഴല്ലേ എത്തിക്കും പറയാനെല്ലാം കിട്ടാതെ ഞാൻ വിഷമിച്ചിരിക്കും. ഇപ്പോഴാണ് എനിക്ക് പറയേണ്ട കാര്യം കിട്ടിയത്. ഞാൻ എന്തോ മറന്നു കഴിച്ചിരിക്കും. സംഭവം നമ്മൾ ഇത് പ്രമാണിച്ച് ഓക്കെ സംഭവം നമ്മൾ ഇത് പ്രമാണിച്ച് ലീവൊക്കെ എടുത്ത് 4 ദിവസം 1-2 ദിവസം ലീവ് എടുത്ത് നമ്മൾ ഒരു ട്രിപ്പിൽ പോകാൻ ഇറങ്ങിയതാണ്. നമ്മൾ മാത്രമല്ല, ഞാൻ കാക്കുവിൻ്റെ അനിയൻ, പിന്നെ എളാപ്പിയും ഓലെ ഫാമിലി. ഓക്കെ, അപ്പോൾ ഓല അവിടെ നിന്ന് വരും, നമ്മൾ ഇവിടുന്ന് പോകും. നമ്മളൊരു കോട്ടേജൊക്കെ എടുത്ത് 4 ദിവസത്തിന്. അതേപോലെ അവിടെ സ്റ്റേ ആയിരിക്കും. പിന്നെ 1000 ഐലൻഡ്സിലല്ലോ വേറെ പ്ലാനില്ലല്ലോ. 1000 ഐലൻഡ്സിലും പോകണം. അതൊരു ക്രൂയിസ്, ഒരു ചെറിയൊരു 3 ഹവേഴ്സിൻ്റെയൊക്കെ എന്തൊക്കെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെയൊക്കെ ചില പ്ലാനുകളുമായി നമ്മൾ പദ്ധതികളുമായി ഇറങ്ങിയതാണ്. അപ്പോൾ കോട്ടേജ് ആയതുകൊണ്ടും 4 ദിവസം നമുക്കവിടെ ജീവിക്കേണ്ടത് കൊണ്ടും ഭക്ഷണം ഉണ്ടാക്കണം, നിൽക്കണം, കുളിക്കണം, ഉറങ്ങണം, അതിനൊക്കെയാണ് നമ്മൾ ഈ സകലമായ ബാണ്ടക്കെട്ടുകൾ എടുക്കുന്നത്. ഒക്കെ എമർജൻസി പർപ്പസ് ആണ്. ഒരു ശുദ്ധഹാസ്യം മരിച്ചിട്ട്. അപ്പം എന്താ എല്ലാം അവിടെ ഉണ്ടാവും, ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് അതുണ്ടാവും, ഇതുണ്ടാവില്ല, അതുണ്ടാവില്ല, ഇതുണ്ടായില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷനൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചധികം സാധനം എടുക്കാനുള്ളത്. പുറത്തൊക്കെ അവിടെ ഉണ്ടാവും. അത് കാക്കുവിൻ്റെ ആവശ്യത്തെ എന്തായാലും അവിടെ കിടക്കില്ല, എന്നാൽ അതും പോരട്ടെ വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോവാണ്. അതെ, കാരണം അതൊരു ലേക്ക് സൈഡിലാണ് നമ്മളത് എടുത്തിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നോർമലി നമുക്ക് ഇപ്പോൾ സമ്മർ തന്നെയാണ്, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ തന്നെയാണ്. അവിടെ ഇനി ഇൻ കേസ് തണുപ്പ് കൂടുതലാണെങ്കിൽ എന്താ ആർക്കെങ്കിലും പുറത്തൊക്കെ തെക്കാതെ വരികയാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അവിടെ കാക്കൂനെ കടക്കാൻ പുറപ്പുണ്ടാവും. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്? അപ്പോൾ അത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള വീഡിയോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു ആംബിയൻസ് ആവില്ല. നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ഓലും കംഫർട്ടബിൾ ആവില്ല, ഞാനും കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ ഞാൻ മാക്സിമം വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ വീഡിയോസ് ഞാൻ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അപ്പോൾ എന്താ പറയുക, അതേപോലെ ഫോണിൻ്റെ ഇടയിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതേപോലെ വോയിസ് ഓവർ കൊടുക്കുന്ന പോലത്തെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾ ഞാനവിടെ ഇതിൻ്റെ മുന്നേ ഈ ബാക്കി എന്താ പരിപാടികൾ നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ ഉള്ള കാക്കുൻ്റെ കുറച്ച് കുക്കിങ്ങും
എൻ്റെ കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ കുറച്ച് അളുക്ക് ചുളുക്ക് വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ എടുത്തിരുന്നു. നമ്മൾ ഭയങ്കര ഹറിബറിയില്ല, അതുകൊണ്ട് നമുക്കൊരു വിശദമായൊരു ഡെയിലി വ്ളോഗൊന്നും ചെയ്യണ പോലെ എടുക്കാനൊന്നുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുത്തുകൊണ്ട് അൽക്കുലത്തെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് പോയി കണ്ടുവരൂ ഗൈസ്. ഒരു കാര്യം പറയാൻ പറഞ്ഞു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ശരി. കാക്കോടെ ഫുഡ് ഉണ്ടാക്കട്ടെ, നമുക്ക് പാക്കിങ് ചെയ്യാം. കുറേ പരിപാടി ഉണ്ട്. അയ്യോ, സമയം 8:30 ആയി ഓൾറെഡി. നമ്മളങ്ങനെ സ്കിൻ്റെ സോക്കോൾ പ്രെപ്പിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പ്രൈമർ ഇട്ടുപോയി. നമുക്ക് കുറച്ച് കളർ കറക്ഷൻ ചെയ്യാൻ. ഈ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻസ് ഉണ്ട് കേട്ടോ, കാണുമ്പോൾ മനസ്സിലുണ്ടാവും. പൊതുവേ ഞാൻ കളർ കറക്ഷൻ ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ കളർ കറക്ഷൻ ചെയ്യാറുണ്ട്, കാരണം അതിൻ്റെ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. കളർ 10:30 വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞതാണ്. കാക്കു ഇപ്പോഴും പാത്രം മുഴുവൻ അതല്ല പരിപാടി ഞാൻ ക്രെഡിറ്റ് കാക്കുന്നു കേട്ടോ. ഞാൻ ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഹെൽപ്പിങ് മാത്രമേ നോക്കാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാ പണിയും കാക്കോ ചെയ്തിട്ടുണ്ട്. മറ്റേ ഉള്ളിരിയിൽ തക്കാളിയിൽ അങ്ങനത്തെ ചെറിയ പണികൾ കൊടുത്തിട്ട് പാക്കിങ്ങൊക്കെ ഞാൻ ചെയ്യാവുന്നതുകൊണ്ട് കാക്കു എന്ത് ചെയ്തു, കുക്കിങ്ങൊക്കെ ഏറ്റെടുത്തു. ഇതിൽ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ എന്താണ് കുട്ടിയുടെ രൂപ അങ്ങനെ. പേടിക്കണ്ട ഗൈസ്, എല്ലാം ശരിയാക്കി തരും. നാക്കിൻ്റെ ഫൗണ്ടേഷൻ കേട്ടോ.
ഇതിന് എന്തിലൂടെ ഉണ്ടോ അത് വെച്ച് കോരി എന്നാ തൈരും കൂട്ടി തന്നാ പറഞ്ഞു. ചോറിനാണെങ്കിൽ നിങ്ങൾ മാംസറല്ലേ കടയിൽ വെച്ച് വന്നോ ഇനിയും ഇരുന്നാൽ ഞാൻ ഉറങ്ങുമെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി കാക്കു എനിക്ക് മിഠായിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിന്നാൽ ഞാൻ ഉറങ്ങില്ല എന്നാണ് കാക്കു വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇരുന്നാൽ കൂടുതൽ ഉറങ്ങും. കണ്ണൊക്കെ ഓൾറെഡി ചെറുതായി വരുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ എന്തും ലൈഫിൽ ചെയ്യരുത് ഗൈസ്. അത് ആസ്വദിച്ച് ചെയ്യാൻ കഴിയില്ല. ഭർത്താവിന് കൊടുത്തിട്ടാണോ കഴിക്കാറ്? ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ കാക്കൂന് കൊടുക്കാറുള്ളൂ. ഓക്കെ, അല്ലാതെ മറന്നിട്ടൊന്നുമില്ല. അതിനൊന്നും കാര്യമില്ല ഗൈസ്. എനിക്ക് തിന്നാൽ ഞാൻ തിന്നും. അങ്ങനെയാണ് തിന്നണ്ട. എനിക്ക് തണുക്കാതെ ഇഷ്ടം. ഇത് തണുക്കാതെ മെൽറ്റ് ആയതാ ഇഷ്ടം. തണുത്തതിന് കട്ടേ കലം അല്ലെങ്കിൽ തന്നെ ഉറങ്ങിച്ചാവാൻ നിൽക്കണം. പിന്നെ കൊണ്ട് കാക്ക് പണിയെടുപ്പിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു ബൈക്ക് ഉണ്ട്, കണ്ടോളൂ. എവിടെ പോയി പുറത്തേക്ക് മാറട്ടെ. ഇവിടെ നമ്മളവിടുത്തെ മാതിരി മൊബൈൽ ഫോൺ പാടില്ല എന്നുള്ള, സിഗരറ്റും ചാവിയും പാടില്ല. എന്താ ചാവി തീർന്നു സംഭവം. കാക്കു ഫുൾ ടാങ്ക് ആക്കാനുള്ള പേയ്മെന്റ് നമ്മളിവിടുത്തെ മാതിരിയല്ല, പേയ്മെന്റ് കൊടുത്തിട്ടാണ്. നിന്നു 69 നിന്നു. നിറഞ്ഞിട്ടുണ്ടാവും. 66 നിന്നു. അങ്ങനെ വരുന്നില്ലേ. നമ്മളിവിടെ ഓൾറെഡി പ്രീപെയ്ഡ് ചെയ്തിട്ടാണ് ഗ്യാസ് അടിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു കാക്കുവിൻ്റെത് നിറഞ്ഞിട്ടുണ്ടാവും. വരുന്നില്ല, തീർന്നു പോയി. എണ്ണ തുളുമ്പിപ്പിച്ചു. കുറച്ച് എണ്ണ ഉണ്ടായതുകൊണ്ട് 60 ഒക്കെ അത്രയും 66 64 ഒക്കെ ആയപ്പത്തിന് അത് നിന്നു. പക്ഷെ കാക്കു അങ്ങനെ നിൽക്കുമോ? കാക്കു തീരെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു. പിന്നെയും നെക്കി കുറച്ച് വന്ന് എണ്ണ പുറത്തേക്ക് പോയി. എന്നിട്ടിപ്പോൾ ബാക്കി ആ ഒരു എത്ര $6 $7 ഇത്ര ഉണ്ടാവും. അത് ബാലൻസ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും, ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും തോന്നുന്നു. പക്ഷേ കാക്കു വീണ്ടും എണ്ണ അയക്ക് കുത്തിക്കയറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താവാന്നൊന്നും അറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാ. ഇവിടെ വേറൊരു വണ്ടി ഞാൻ കാണിച്ചുതരാം. ഇത് നോക്കൂ ഗൈസ്,
എന്തായാലും ഏതെന്താ സാധനം കാറ് മാതിരിണ്ട് ഒരു ബൈക്ക്. അത് ബൈക്ക് സൂപ്പർ. ചൈന പാലം കടൽ പാലം ഒന്നിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കാട് ഇപ്പത്തെ സൈഡിലുണ്ട്, കായൽ അപ്പത്തെ സൈഡില് കാട്. എന്താ അപ്പുറത്തേക്ക് നമ്മള് ചാടാത്തത്? ചാടില്ലേ? നീ അവിടെ എന്ത് ചെയ്യണം? എന്താ ഈ അറ്റം തീരാത്തത്? അല്ലേ? ഇതെന്താണ്? സൈഡ് കാണിച്ചു കൊടുക്കല്. സൈഡാണ് ഒക്കെ ഒന്ന് പിടിച്ചു ഇങ്ങോട്ട് കാണിക്കണമോ? കായലിനെക്കാട്ടിലും വണ്ടറായത് ഈ റോഡാണ്. ഗൈസ്, നിങ്ങൾ ഇത്രയും നേരം കുറെ റോഡും സ്ഥലവും കണ്ട് ബോറടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി നിങ്ങൾ കുറച്ചും കൂടി സ്ഥലങ്ങൾ കണ്ട് ബോറടിക്കാൻ പോകും. കാരണം ഞങ്ങൾ കൺട്രി സൈഡിലെത്തില്ലേ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ എങ്ങനെ ഞാനതൊക്കെ ഷൂട്ട് ചെയ്യാണ്ടിരിക്കും? എങ്ങനെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരിക്കും? ഞാനപ്പോൾ എന്താ, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2x കാണുക പ്ലീസ്. ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. വീഡിയോ എടുത്താൽ പിന്നെ എനിക്ക് എന്തായാലും ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഏകദേശം എത്താനായിട്ടോ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മളെത്തും. ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര വൈബ് കിട്ടും. പൊതുവേ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ബോർ ക്ലൈമറ്റ് ആയിരുന്നില്ലേ കക്കു? ഇന്ന് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്റെ സാന്നിധ്യം ക്ലൈമറ്റിനെ മാറ്റിമറിച്ചു. പ്രിൻസൽബണ്ടിലെ സിംസാറിന്റെ അറൈവൽ ബാക്കിൽ നമ്മളെ ബർബിക്കും പാത്രം കടന്ന ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഡിസ്കസ്റ്റിംഗ്. അപ്പോൾ റോഡ് കാണുന്നുണ്ടോ? അയ്യോ, അത് കാണില്ല. ആ സത്യം, ഇതിലും മലമ്പ് റോഡാണ് പൊതുവെ കാണുന്നത്. ഇതൊക്കെ കുറച്ച് മെച്ചുണ്ട് കാണാൻ. അപ്പൊ ശരി, ഞാൻ നല്ല നല്ല കാഴ്ചകൾ കാണിച്ചത്. നിങ്ങള് നമുക്ക് ബോറടിക്കുമ്പോൾ 2x കാണാണ്ടിരിക്കല്ലേ. വെഡിങ് ആണ് കാക്കു. വീഡിയോ എടുത്താലോ? പിന്നെ നമുക്കതല്ലേ പണിക്കണ്ടോളം കല്യാണം. കേട്ടോ വേറെ സുഹൃത്തുക്കളെ നിങ്ങളാദ്യം കയറി കുട്ടിയെ കളിപ്പിച്ചാൽ നിൽക്കല്ലേ ഞങ്ങളുടെ ഫാമിലി. This is our house. ബൈ കാക്കു, ബൈ. ഗൈസ്, അങ്ങനെ നട്ടപ്പുറ വെയിലത്ത് സമയം എത്ര സമയം? 5:15 നമ്മളിവിടെ എത്തി.
നമ്മൾ ഫാമിലിനൊക്കെ കണ്ടു. നമ്മൾ ലൊക്കേഷൻ എത്തിക്കണം. അതൊക്കെ സീറ്റ് ബെൽറ്റ് കേട്ടോ സൗണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് നമ്മളുടെ കോട്ടേജിൽ നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫൈനലി സ്പോട്ടിലെത്തി. ഇനി എന്താ പറയുക, കുറേ കോട്ടേജ് ഉണ്ട് ഇതിൽ നമ്മളെ കോട്ടേജ് ഏതാണ് തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഷോർട്സ് എടുക്കാൻ പറ്റണമെങ്കിൽ ഞാനത് എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിൽ വീഡിയോ എടുക്കാം. എല്ലാവരും കംഫർട്ടബിൾ ആവാണെന്നുണ്ടെങ്കിൽ. ഭയങ്കര നല്ല സ്ഥലമാണ് കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഡേ ലൈറ്റ് കുറേ കിട്ടുന്നതുകൊണ്ട് മുതലാവും ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ. മറ്റത് 5 മണിയാകുമ്പോൾ തന്നെ 6 മണിയാകുമ്പോൾ തന്നെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ 8:30 വരെയൊക്കെ ഇനി നമുക്ക് 3.5 മണിക്കൂർ നമുക്ക് ഇനിയും ഡേ ലൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കുറേ സമയമുള്ള പോലെ തോന്നും. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ഗായ്സ്. അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. കാക്കു എന്താ ഓക്കെ ബൈ. നമ്മള് പോണ സ്ഥലം കണ്ടു. നല്ല രസം, നല്ല രസം. നല്ല കണ്ണാടി, നല്ല What do you think that movie is? നമ്മൾ ഓഫീസിൽ പോയി ചോദിക്കാം. നമുക്ക് ടെന്നീസ് കളിച്ച് ഇല്ല ഇങ്ങോട്ട് വാവേ. അതിൻ്റെ അങ്ങോട്ട് പോയി നിൽക്കാതെ കുട്ടി ഇങ്ങോട്ട് വരുമോ? You like it? ഓടരുതട്ടോ, അത് കളിക്കുന്ന എന്തോ പരിപാടിയാ. അതിനെന്തൊരു കണ്ണുള്ളത്. They're way over there. The water is orange. I'm gonna put rocks on it if it's close to us. No, you don't have to do it. Okay.